സിനിമാ സംഘടനകൾക്കുള്ളിൽ ഭിന്നത. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ അഭിനേതാക്കളുടെ സംഘടനയായ AMMA ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഖേദം പ്രകടിപ്പിക്കണം എന്നാണ് താരങ്ങളുടെ സംഘടനയുടെ ആവശ്യം. അതിനു മുൻപ് നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, താരങ്ങളുടെ സംഘടന എന്നത് ഇപ്പോൾ ഉണ്ടോ? കുറച്ചു നാൾ മുമ്പേ ഒരു താരത്തിനും വേണ്ടാത്ത എല്ലാവരും ഓടിപ്പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തരോ എന്ത്, അതൊക്കെ പാട്ടെ. ഇങ്ങനെയുള്ള സിനിമാ വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്നമർത്താവോ? നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താരങ്ങളുടെ ശരിക്കുമുള്ള പ്രതിഫലം തുറന്നു പറയും. പിന്നെ താരങ്ങളുടെ സംഘടനയെ നാഥനില്ലാ കളരി, ഒന്നുകൂടെ പറഞ്ഞാൽ നാഥനില്ലാ കളരി എന്ന് വിശേഷിപ്പിച്ചതിനുമാണ് അതൃപ്തി പ്രകടിപ്പിക്കണം, നിർമ്മാതാക്കൾ മാപ്പ് പറയണം എന്നാണ് താരങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലെ താരസംഘടനയായ AMMA പ്രവർത്തിക്കുന്നത് അഡ്കോ കമ്മിറ്റി മാത്രമാണ്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നപ്പോൾ അവരുടെ സംഘടനയെ നാഥനില്ലാ കളരി എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് സംഘടനകളുടെ പക്ഷം. കൂടാതെ സിനിമയിലെ താരസംഘടനകൾ ഒഴികെ മറ്റു പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെയുള്ള സംഘടനകൾ യോഗം ചേർന്നിരുന്നു. യോഗത്തിലും പ്രസ് മീറ്റിലും താരങ്ങൾ ശരിക്കും വാങ്ങിക്കുന്ന പ്രതിഫലം വളരെ കൂടുതലാണെന്നും നിവർത്തിയില്ലെങ്കിൽ അതൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. അത് അഭിനേതാക്കളുടെ ഇമേജിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത്തരം നിലപാടുകൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് താരസംഘടന വെളിപ്പെടുത്തുന്നത്. താരസംഘടന തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആ സമയത്ത് ഇത്തരം പ്രതികരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയത് ശരിയായില്ല, ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് AMMA ഭാരവാഹികൾ കത്തു നൽകിയതായാണ് വിവരം. ഇക്കാര്യത്തിൽ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നുണ്ട്. ഈ കത്ത് ചർച്ച ചെയ്ത് നിലപാടെടുക്കും എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും താരങ്ങളുടെയും സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള ഈ വഴക്ക് വേഗം മാറി മലയാളികളുടെ നല്ലൊരു ഇൻഡസ്ട്രി, നല്ലൊരു വരുമാന മാർഗമായ മലയാളികളുടെ എൻ്റർടൈൻമെൻറ്റിന് കാരണമാകുന്ന ഒരു കല ഒരിക്കലും നശിച്ചു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഒപ്പം കാണാം.